ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നോക്കാം. ആകെ 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ നൽകിയിട്ടുള്ളത്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 എണ്ണം മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കഥ വായിച്ച് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. നിങ്ങൾക്ക് ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട്. ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ ചോദിക്കുക. സോ ശ്രദ്ധിച്ച് കഥ വായിക്കാം. ഒരു കുറുക്കൻ തീറ്റ തേടി നടക്കവേ അബദ്ധത്തിൽ ഒരു കിണറ്റിൽ വീണു. അധികം താഴ്ചയില്ലാത്ത ഒരു കിണറായിരുന്നു അത്. എന്നിട്ടും എത്ര ശ്രമിച്ചിട്ടും അവൻ കിണറ്റിൽ നിന്നും പുറത്തു കയറാൻ സാധിച്ചില്ല. കുറുക്കൻ ആകെ വിഷമത്തിലായി. ഇനി എന്ത് ചെയ്യും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഒരു ആട് ആ വഴി വന്നത്. കിണറ്റിൽ നിന്നും ശബ്ദം കേട്ട് ആട് കിണറ്റിലേക്ക് എത്തി നോക്കി. കിണറ്റിൽ കിടക്കുന്ന കുറുക്കനെ കണ്ട് അവൾ ചോദിച്ചു, അല്ല കുറുക്കച്ച, എന്താണ് കിണറ്റിൽ പരിപാടി? അത് കൊള്ളാം, അപ്പോൾ നിനക്ക് ഈ വിവരമൊന്നും അറിയില്ലേ? ഈ കിണറ്റിലെ വെള്ളം നല്ല മധുരമുള്ള വളരെ വിശേഷപ്പെട്ട വെള്ളമാണ്. ഞാൻ അത് കേട്ടറിഞ്ഞ് വന്നതാണ്. സംഗതി ശരിയാണ് കേട്ടോ. എന്തു രസമാണ് ഈ വെള്ളത്തിന്. ഇനി അധികമൊന്നും ബാക്കിയില്ല. ഓരോരുത്തരായി വന്നു കുടിച്ചു തീർത്തു. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുടിച്ചോളൂ. കുറുക്കൻ്റെ സംസാരം കേട്ട് ആട് അത് വിശ്വസിച്ചു. അത് വേഗം കിണറ്റിലേക്ക് ചാടി. തക്കം പാത്ത് നിന്ന കുറുക്കൻ ഒറ്റച്ചാട്ടത്തിന് ആടിൻ്റെ പുറത്ത് കയറി അടുത്ത ചാട്ടത്തിന് കിണറ്റിന് പുറത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന ആടിനോട് അവൻ വിളിച്ചു പറഞ്ഞു, വളരെ നന്ദി കേട്ടോ. ഇനി നീ അവിടെ കിടന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോ. കുറുക്കൻ വേഗം തൻ്റെ പണി നോക്കിപ്പോയി. പാവം ആട് തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് സങ്കടത്തോടെ നിന്നു. ഇത്രയുമാണ് നമ്മുടെ കഥ വരുന്നത്. ഇനി ചോദ്യങ്ങൾ വായിക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന കഥയ്ക്ക് പറ്റിയ ഒരു തലക്കെട്ട് ഏത്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ആടിനെ പറ്റിച്ച കുറുക്കൻ, കുറുക്കനെ പറ്റിച്ച ആട്, ആടിൻ്റെ കുസൃതി. ഇവിടെ ശരിയായത് ഏതാണ്? ആടിനെ പറ്റിച്ച കുറുക്കൻ എന്നാണ്. ചോദ്യം 2, കുറുക്കൻ എങ്ങനെയാണ് കിണറിന് പുറത്തെത്തിയത്? കുതിച്ചു ചാടി, ആടിൻ്റെ പുറത്ത് കയറി, അതുവഴി വന്ന ഒരു മനുഷ്യൻ്റെ സഹായത്താൽ. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടാമത്തെ ഓപ്ഷൻ ആണല്ലേ, ആടിൻ്റെ പുറത്ത് കയറി. ചോദ്യം 3, കഥ നൽകുന്ന സന്ദേശം. ആരെയും വിശ്വസിക്കരുത്, ആരെയും സഹായിക്കരുത്, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. ആരെയും വിശ്വസിക്കരുത്. 4, കിണറ്റിലെ വെള്ളത്തിന് മധുരമുണ്ട് എന്ന് പറഞ്ഞത്. ആട്, വൈപോക്കർ, കുറുക്കൻ. ശരിയായിട്ടുള്ള ഉത്തരം കുറുക്കനാണ്. 5ാമത്തെ ചോദ്യം, ആട് കിണറ്റിൽ ചാടിയത് എന്തിന്? വെള്ളം കുടിക്കാൻ, കുറുക്കനെ രക്ഷിക്കാൻ, അബദ്ധത്തിന് കാല് തെറ്റിയത് മൂലം. വെള്ളം കുടിക്കാനാണല്ലേ. സോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2, താരതമ്യക്കുറിപ്പാണ്. എന്താണ് താരതമ്യക്കുറിപ്പ്? ഇവിടെ നിങ്ങൾക്ക് 2 കവിതകൾ തന്നിട്ടുണ്ട്. ഈ കവിതകൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ്. എങ്ങനെയാണ് നമുക്കൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക? നമ്മൾ താരതമ്യക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യത്തെ വരിയിൽ ഈ 2 കവിതയും ആരാണ്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കവിത ആരാണ് എഴുതിയതെന്ന് അറിയുമെങ്കിൽ അത് പറയണം. പിന്നെ ഈ കവിതയിൽ എന്താണ് പറയുന്നത്, ഇതിൻ്റെ ആശയം എന്താണെന്നും ഒറ്റൊരു വരിയായിട്ടും നിങ്ങൾ വളരെ ചുരുക്കത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതണം. പിന്നെ 2ാമത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ കവിതയെക്കുറിച്ച് പറയുക, അതിലെ ആശയം, അതിൽ പറയുന്ന കാര്യങ്ങൾ, സന്ദേശങ്ങൾ ഒക്കെ പറയുക. 2ാമത്തെ പാരഗ്രാഫ്, 3ാമത്തെ പാരഗ്രാഫായിട്ട് 2ാമത്തെ കവിത, അതിൽ പറയുന്ന ആശയങ്ങളൊക്കെ വിവരിച്ചു കൊണ്ട് എഴുതുക. ഇനി ഏറ്റവും അവസാനത്തെ പാരഗ്രാഫായിട്ട് നിങ്ങളുടെ കണ്ടെത്തലുകൾ, അതായത് ഈ 2 കവിതയും തമ്മിൽ സാമ്യതയുണ്ടോ അല്ലെങ്കിൽ വ്യത്യാസമാണോ, ഒരേ ആശയമാണോ പങ്കുവെക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ കണ്ടെത്തലുകൾ പറയുക. ഇങ്ങനെയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ കവിത നന്നായിട്ട് ചൊല്ലി നോക്കാം. നമുക്ക് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം. നമുക്ക് തന്നിട്ടുള്ള കവിത ആരാണ് എഴുതിയതെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. സോ ആ കാര്യം നമ്മളിവിടെ എഴുതണമെന്നില്ല. നിങ്ങൾക്കത് അറിയുമെങ്കിൽ നിങ്ങളത് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടതാണ്.
ഇവിടെ നൽകിയിരിക്കുന്ന 2 കവിതകളിലും കൃഷ്ണൻ എന്ന ബാലകൃഷ്ണൻ്റെ ബാല്യജീവിതമാണ് അവതരിപ്പിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ 2 കവിതയിലും എന്താണ് പറയുന്നതെന്ന് ഒരൊറ്റ ലൈനായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലായിട്ട് ആദ്യത്തെ കവിതയെക്കുറിച്ച് എഴുതാം. ആദ്യ കവിതയിൽ കൃഷ്ണൻ അമ്മയോട് സംസാരിക്കുന്ന ഒരു സ്നേഹമുള്ള രംഗമാണ് കാണുന്നത്. അമ്മ വെണ്ണ കൊണ്ടുവരുമ്പോൾ കൃഷ്ണൻ സന്തോഷത്തോടെ സംസാരിക്കുകയും വെണ്ണ കണ്ടപ്പോൾ ചിരിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ കൃഷ്ണൻ്റെ നിഷ്കളങ്കമായ ബാല സ്വഭാവവും അമ്മയോടുള്ള സ്നേഹവും കാണാം. രണ്ടാമത്തെ കവിതയിൽ കൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം കുന്നുകളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകുന്ന രംഗമാണ് പറയുന്നത്. അവൻ കൂട്ടുകാരെ വിളിച്ചു കുട്ടി കാട്ടിലേക്ക് പോകുകയും അവിടെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിലൂടെ കൃഷ്ണന്റെ കളിയോടും കൂട്ടുകാരോടുമുള്ള സ്നേഹവും സന്തോഷമായ ബാല്യവും കാണാം. ഇവിടെ 2 കവിതയിലും എന്താണ് പറയുന്നത്, അതിലെ ആശയം ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ടെത്തലുകൾ ആണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. ഇരു കവിതകളിലും കൃഷ്ണന്റെ ബാല്യത്തിന്റെ സൗന്ദര്യം മനോഹരമായി വരച്ചു കാട്ടുന്നു. ആദ്യ കവിതയിൽ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം കാണുമ്പോൾ രണ്ടാമത്തെ കവിതയിൽ കൂട്ടുകാരോടൊപ്പമുള്ള സന്തോഷകരമായ ജീവിതമാണ് കാണുന്നത്. ഇത്രയുമാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു താരതമ്യക്കുറിപ്പ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഏതെങ്കിലും 2 കവിതകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിതയും പുറത്തു നിന്ന് ഒരു കവിതയും തന്നിട്ട് താരതമ്യം ചെയ്യാനൊക്കെ ചോദിച്ചേക്കാം. സോ എങ്ങനെയാണ് ഒരു താരതമ്യക്കുറിപ്പ് നിങ്ങൾ എഴുതേണ്ടത്, അതിൻ്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് പ്രവർത്തനം 3 ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി പോരാടുന്ന ഗ്രേറ്റ ടൂർണമെന്റ് എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പെൺകുട്ടി എഴുതുന്ന ഡയറി കുറിപ്പുകൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? നിങ്ങളുടെ ഭാവനയിൽ ആ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എഴുതുക. ഡയറി കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഏറ്റവും മുകളിലായിട്ട് തീയതിയും ദിവസവും എഴുതിയിരിക്കണം. പിന്നെ ആദ്യത്തെ വരി എങ്ങനെയാണ് ഡയറി കുറിപ്പ് തുടങ്ങേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ദിവസം എങ്ങനെയാണ്, നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു, ദുഃഖമാണെങ്കിൽ ഇന്ന് എനിക്ക് വളരെ ദുഃഖമുള്ള ദിവസമായിരുന്നു എന്നാണ് ഡയറി കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യത്തെ വരിയിൽ തുടങ്ങേണ്ടത്. നമുക്കിവിടെ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കി നോക്കാം. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയ ദിവസം കൂടിയാണിത്. പരിസ്ഥിതി പ്രശ്നങ്ങളും ആഗോളതാപനവും കാലാവസ്ഥ വ്യതിയാനവും നമ്മുടെ ഭൂമിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്ന കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് പ്രവർത്തിക്കാൻ കുറച്ച് ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ വഴിയൊരുക്കുമെന്ന്. എൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെയും സ്വാധീനിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. ലോകത്തിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിയണം എന്നും അങ്ങനെ ആയാൽ മാത്രമേ പ്രകൃതിയെ നന്നായി സംരക്ഷിക്കാൻ നമുക്ക് കഴിയും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനായി എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ അവസാനത്തെ വരിയായിട്ട് നിങ്ങൾക്ക് എഴുതാം, ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു എന്നും കൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു ബി ചോദ്യമുണ്ട്. ഗ്രേറ്റ ടൂർണമെന്റ് കരുതിയിരുന്ന പ്ലക്കാർഡിലെ സ്വീഡിഷ് ഭാഷയിലെ വാചകത്തിന്റെ അർത്ഥം എന്തായിരുന്നു? ഉത്തരം കാലാവസ്ഥക്കായി സ്കൂൾ സമരം. നമുക്കിനി പ്രവർത്തനം 4 നോക്കാം. പോസ്റ്റർ തയ്യാറാക്കാനാണ്. ടോമോ സ്കൂളിലെ കായികമേളയുടെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു കായികമേള നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ടോമോ സ്കൂൾ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന കായികമേളയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങളൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കാര്യങ്ങൾ എഴുതേണ്ടത്. നമുക്ക് കായികമേള എന്ന് മുകളിലായിട്ട് പിന്നെ അതിൻ്റെ താഴെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ABS സ്കൂൾ എന്നാണ് വെറുതെ കൊടുത്തതാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ നൽകേണ്ടത്. ഇനി താഴെ നമുക്ക് എഴുതാം, കുട്ടികളുടെ കായിക കഴിവുകൾ കണ്ടെത്താൻ
അവരെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ സ്കൂൾ വ്യത്യസ്തമായ മത്സരങ്ങളോടെ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നു. ഇനി താഴെ എന്തൊക്കെ പരിപാടികളാണുള്ളതെന്നാണ് എഴുതിയിട്ടുള്ളത്. ഓട്ട മത്സരം, ചാക്ക് റേസ്, ലെമൺ ആൻഡ് സ്പൂൺ റേസ്, ബലൂൺ പൊട്ടിക്കൽ, മറ്റ് രസകരമായിട്ടുള്ള മത്സരങ്ങൾ. താഴെ നമ്മുടെ പരിപാടി എന്നാണ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ തീയതി കൊടുക്കാം, എവിടെ വെച്ചിട്ടാണുള്ളതിൽ സ്ഥലവും കൊടുക്കാം. തീയതി ഞാനിവിടെ ഏപ്രിൽ 2 എന്ന് കൊടുത്തു, സ്ഥലം സ്കൂൾ ഗ്രൗണ്ട്. ഇനി എഴുതാം, നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ വ്യത്യസ്തമായ കായികമേളയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നിട്ട് ആരാണോ പോസ്റ്റർ എഴുതുന്നത് അവരുടെ പേര് എഴുതുക എന്ന് കൺവീനറിനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5 അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉണ്ണിക്കണ്ണനോട് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത സ്നേഹത്തെ പറ്റിയുള്ള കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരത്തിലുള്ള സ്നേഹാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? അവ ഒരു കുറിപ്പായി രേഖപ്പെടുത്തുക. നമ്മുടെ ലൈഫിൽ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സ്നേഹാനുഭവം എൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ പല തവണ വീണു. എനിക്ക് ഭയം തോന്നി. ഇനി ഓടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കുകയും വീണ്ടും ശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ എൻ്റെ കൂടെ നിന്നു പിടിച്ചുകൊണ്ടാണ് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത്. അവസാനം ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. അച്ഛൻ്റെ ആ സ്നേഹവും പ്രോത്സാഹനവും ഞാൻ ഇന്നും മറക്കാൻ കഴിയില്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. പ്രവർത്തനം 6 കഥാരചനയാണ്. ഈ ഒരു ചോദ്യ പേപ്പറിലെ അവസാന ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ ഭാവനയിൽ ഒരു കഥ തയ്യാറാക്കുക. നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.